ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിൻ്റെ 651 ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ഫിലിപ്പിയർ 3-14 തിരുവചനമാണ്. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിന്നിലുള്ളത് മറന്നും മുമ്പിലുള്ളത് ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. കർത്താവിൽ സ്നേഹമുള്ളവരെ, ഒരു മനുഷ്യന് തൻ്റെ ഓർമ്മശക്തി കുറയുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം ഉടലെടുത്തു. ഒരു വിദഗ്ധ ഡോക്ടറെ കാണുവാനായിട്ട് അയാൾ തീരുമാനിച്ചു. അങ്ങനെ അയാൾ ഡോക്ടറെ കണ്ടു. ഡോക്ടർ നൂതനമായ യന്ത്രോപകരണങ്ങളുടെ സഹായത്തോടെ വിശദമായി അതിവിദഗ്ധമായി അയാളെ പരിശോധിച്ചു. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ തലച്ചോറിന് ഒരു സർജറി നടത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മശക്തി തിരികെ കിട്ടും. പക്ഷേ ഒരു കുഴപ്പമുണ്ട്, അതിസൂക്ഷ്മമായ സർജറിയാണ്. അതിസൂക്ഷ്മമായ ഞരമ്പുകളൊക്കെയും ചിലപ്പോൾ ഛേദിക്കപ്പെട്ടു പോയേക്കാം. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങളുടെ കാഴ്ചശക്തിയും നഷ്ടപ്പെട്ടേക്കാം. ഇനി തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. അയാൾ ആകെ കുഴപ്പത്തിലായി. എന്ത് ചെയ്യേണ്ടു എന്ന് അയാൾ ചിന്തിച്ചു. അയാൾ എന്നിട്ടൊരു തീരുമാനം ഡോക്ടറോട് പറഞ്ഞു, എനിക്ക് കാഴ്ച മതി. ഞാൻ മുമ്പ് എവിടെയായിരുന്നു, എന്തായിരുന്നു, എങ്ങനെയായിരുന്നു എന്നൊക്കെയും ഓർത്തെടുക്കുന്നതിനേക്കാളും നല്ലത് ഞാനിനി എവിടേക്കാണ് പോകുന്നത് എന്ന് തിരിച്ചറിയുന്നതാണ്. ക്രിസ്തു ശിഷ്യനായ പൗലോസിൻ്റെ ജീവിതത്തിലും സമാനമായിട്ടുള്ളതായ ഒരു സാഹചര്യം കടന്നു വന്നപ്പോൾ തൻ്റെ ജീവിതത്തിലെ അസുഖകരമായ സംഭവങ്ങളും അസുഖകരമായ സാഹചര്യങ്ങളുമൊക്കെയും മറന്നുകൊണ്ട് തൻ്റെ വിളിയെക്കുറിച്ച് തിരിച്ചറിയുവാനും ആ വിളിയുടെ ലക്ഷ്യത്തിലേക്ക് നീങ്ങുവാനും തക്കവണ്ണമായിട്ട് പൗലോസ് തീരുമാനിച്ചു. കർത്താവിൽ സ്നേഹമുള്ളവരെ, നമ്മൾ എന്താണ് തീരുമാനിച്ചിട്ടുള്ളത്? ഓട്ടക്കളത്തിൽ പിന്നിലേക്ക് നോക്കി ഓടുന്നവരൊക്കെയും പരാജയപ്പെടും. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് തിരിച്ചറിയുവാനും ആ ലക്ഷ്യത്തിലേക്ക് നോക്കി ഓടുവാനുമൊക്കെ നമുക്ക് സാധിക്കട്ടെ. അതിനുള്ള കൃപ തമ്പുരാൻ നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.